ബ്രസീലിലെ ബക്കാബാലിൽ നടന്ന ദാരുണമായ ഒരു സംഭവം മാധ്യമലോകത്തും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 12 വയസ്സുകാരിയായ റൈസ മേറിമിന്റെ തിരോധാനത്തെക്കുറിച്ച് തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഒരു മാധ്യമപ്രവർത്തകൻ അബദ്ധത്തിൽ പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ ചവിട്ടിയത് നാടിനെ ആകെ ഞെട്ടിച്ചു. ഈ അപ്രതീക്ഷിത സംഭവം തത്സമയ സംപ്രേഷണത്തിനിടെ ക്യാമറയിൽ പതിഞ്ഞത് വലിയ മാനസികാഘാതമാണ് പലർക്കും നൽകിയത്. TV ജുക്കോൺ റിപ്പോർട്ടർ ലെനിൽഡോ ഫ്രസാവോയാണ് ഈ ഹൃദയഭേദകമായ അനുഭവത്തിന് സാക്ഷിയായത്. ബക്കാബാലിലെ മെയാരിം നദിയിൽ നിന്ന് റൈസയെ കാണാതായതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെൺകുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഫ്രസാവോ നദിയിലിറങ്ങി വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അപ്രതീക്ഷിതമായി വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുകയായിരുന്ന റൈസയുടെ മൃതദേഹത്തിൽ അദ്ദേഹത്തിന്റെ കാൽ അബദ്ധത്തിൽ തട്ടുകയായിരുന്നു. ആ നിമിഷം സംഭവിച്ച ഞെട്ടൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ഈ സംഭവം പ്രദേശവാസികൾക്കും ദൃശ്യം കണ്ട പ്രേക്ഷകർക്കുമിടയിൽ വലിയ ഞെട്ടലും വേദനയും ഉണ്ടാക്കിയിട്ടുണ്ട്. തത്സമയ സംപ്രേഷണത്തിനിടെ ഇങ്ങനെയൊരു ദാരുണ സംഭവം ക്യാമറയിൽ പതിഞ്ഞത് മാധ്യമ ചരിത്രത്തിലെ അപൂർവമായ ഒരു അനുഭവമായി. കാണാതായ റൈസയ്ക്കായുള്ള തിരച്ചിലിനിടെയാണ് ഈ ദാരുണമായ കണ്ടെത്തൽ നടന്നത്. നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് റൈസ മുങ്ങി മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ അഗ്നിശമന സേനയും മുങ്ങൽ വിദഗ്ധരും റൈസയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. റിപ്പോർട്ടർ മൃതദേഹത്തിൽ കാൽ തട്ടിയതായി റിപ്പോർട്ട് ചെയ്ത സ്ഥലത്തു നിന്ന് അധികം വൈകാതെ തന്നെ ഫയർഫോഴ്സ് സംഘം റൈസയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം കണ്ടെടുത്ത ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റൈസയുടെ ശരീരത്തിൽ അക്രമത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു. നദിയിൽ ആകസ്മികമായി മുങ്ങിമരിച്ചതാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതൊരു അപകട മരണം മാത്രമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടെ പ്രദേശത്ത് റൈസയുടെ തിരോധാനത്തെക്കുറിച്ച് നിലനിന്നിരുന്ന ആശങ്കകൾക്ക് വിരാമമായി. ലെനിൽഡോ ഫ്രസാവോയ്ക്ക് നേരിടേണ്ടി വന്നത് ഒരു മാധ്യമപ്രവർത്തകന്റെ തൊഴിൽപരമായ ധാർമ്മികതയ്ക്കും മനുഷ്യന്റെ സാധാരണ വികാരങ്ങൾക്കുമിടയിൽ സംഭവിക്കാവുന്ന ഒരു നേർത്ത രേഖയാണ്. താൻ കണ്ടതോ സ്പർശിച്ചതോ ആയ വസ്തു എന്താണെന്ന് തിരിച്ചറിയാനാകാതെ ഭയത്തോടെ അദ്ദേഹം എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞത് അത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ മാനസികാവസ്ഥയുടെ നേർചിത്രമാണ്. റൈസ മേറിമിന്റെ മരണം ബക്കാബാൽ ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദുരന്തമായി മാറിയപ്പോൾ ആ ദാരുണ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ലെനിൽഡോ ഫ്രസാവോയുടെ അനുഭവം മാധ്യമലോകത്തെ ഒരു മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു. പൊതുസമൂഹത്തിൽ ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. തത്സമയ റിപ്പോർട്ടിംഗിന്റെ ആവശ്യകത, മാധ്യമ സ്വാതന്ത്ര്യം, വ്യക്തികളുടെ സ്വകാര്യത, ദുരന്തങ്ങളോടുള്ള മാധ്യമങ്ങളുടെ സമീപനം എന്നിവയെക്കുറിച്ചെല്ലാം ഈ സംഭവം ചോദ്യങ്ങൾ ഉയർത്തി. ഭൂരിഭാഗം പേരും ഫ്രസാവോ അനുഭവിച്ച മാനസികാഘാതത്തോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു. ഇത് മാധ്യമങ്ങൾ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയെക്കുറിച്ചും അവരുടെ ജീവനക്കാരുടെ ക്ഷേമത്തെക്കുറിച്ചും പുനർവിചിന്തനം നടത്താൻ ഒരവസരം നൽകുന്നു. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേഗതയും കൃത്യതയും പ്രധാനമാണെങ്കിലും അതിലുപരി മനുഷ്യജീവനും മാനസിക വികാരങ്ങൾക്കും വില കൽപ്പിക്കേണ്ടതുണ്ട്. ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് മതിയായ പരിശീലനവും മാനസികാരോഗ്യ പിന്തുണയും നൽകുന്നത് ഇത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും. മാധ്യമ ധാർമ്മികതയുടെയും സഹാനുഭൂതിയുടെയും പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു. റൈസ മേറിമിന്റെ ഓർമ്മകളും ലെനിൽഡോ ഫ്രസാവോയുടെ അനുഭവവും മാധ്യമപ്രവർത്തനത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രതീക്ഷിക്കാം.